നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 194Qനെ കുറിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഇറക്കിയിരിക്കുന്ന കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 194Q എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോ സെക്ഷൻ 194Qനെ കുറിച്ച് ഡീറ്റെയിൽഡായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ കാണാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതൊരു 6 പേജുള്ള സർക്കുലറാണ്. ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സർക്കുലറിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഡീറ്റെയിൽഡായി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ സർക്കുലർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ക്ലാരിഫിക്കേഷൻ, ആപ്ലിക്കബിലിറ്റി ഓൺ ട്രാൻസാക്ഷൻ ക്യാരിഡ് ത്രൂ വേരിയസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് കൊണ്ട് ഈ രണ്ട് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിന് സെക്ഷൻ 194Q ആപ്ലിക്കബിൾ അല്ല. ഫസ്റ്റ് വൺ, transaction in securities and commodities which are traded through recognized stock exchange or cleared and settled by the recognized clearing corporation, including recognized stock exchange or recognized clearing corporation located in international financial service center. Second one, transaction in electricity, renewable energy certificates and energy saving certificates traded through power exchanges registered in accordance with Regulation 21 of CERC. ഈ നേച്ചറിലുള്ള ട്രാൻസാക്ഷന് പ്രാക്ടിക്കലി സെക്ഷൻ 194Q ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉള്ളത് കൊണ്ട് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് ക്ലാരിഫിക്കേഷൻ, എല്ലാവർക്കും അറിയാം 194Q സെക്ഷൻ ആപ്ലിക്കബിൾ 1 ജൂലൈ 2021 മുതലാണ്. എന്നാൽ 1 ഏപ്രിൽ 2021നും 30 ജൂൺ 2021നും ഇടയിൽ അഡ്വാൻസ് പേ ചെയ്യുകയും എന്നാൽ സെല്ലറിൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് 1 ജൂലൈ 2021നോ അതിനുശേഷമോ ആണെങ്കിൽ ആ ട്രാൻസാക്ഷന് TDS ആപ്ലിക്കബിൾ ആണോ? ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ്. ടാക്സ് ഹാസ് ടു ബി ഡിഡക്റ്റഡ് on credit or sum in the account of seller or on payment of sum whichever is earlier. ഈ രണ്ട് സെനാരിയോയിൽ ആദ്യം ഏതാണ് സംഭവിക്കുന്നത് അപ്പോഴാണ് ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് 1 ജൂലൈ 2021 മുമ്പ് സംഭവിക്കുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷന് 194Q സെക്ഷൻ ആപ്ലിക്കബിൾ അല്ല. അതായത് സെല്ലറിൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നതോ അഡ്വാൻസ് പേ ചെയ്യുന്നതോ ഇതിൽ ഏതെങ്കിലും ഒന്ന് 1 ജൂലൈ 2021 മുമ്പ് സംഭവിച്ചിട്ടെങ്കിൽ സെക്ഷൻ 194Q സെക്ഷൻ ആപ്ലിക്കബിൾ അല്ല. അടുത്തതായി ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ്. 1 ഏപ്രിൽ 2021നും 30 ജൂൺ 2021നും ഇടയിലുള്ള ട്രാൻസാക്ഷൻ 50 lakhൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ക്ലാരിഫിക്കേഷൻ. അടുത്ത ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ്. 1 ഏപ്രിൽ 2021നും 30 ജൂൺ 2021നും ഇടയിലുള്ള ട്രാൻസാക്ഷൻ 194Qൻ്റെ ത്രെഷോൾഡ് ലിമിറ്റായ 50 ലക്ഷം കമ്പ്യൂട്ട് ചെയ്യാൻ കൺസിഡർ ചെയ്യണം എന്നാണ് ക്ലാരിഫിക്കേഷൻ. അതായത് 1 ഏപ്രിൽ 2021നും 30 ജൂൺ 2021നും ഇടയിൽ നിങ്ങൾ ഒരു 60 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ 1 ജൂലൈ 2021 മുതൽ TDS അണ്ടർ 194Q ആപ്ലിക്കബിൾ ആയിരിക്കും. അടുത്തതായി GST ഇൻക്ലൂഡ് ചെയ്ത എമൗണ്ടുമേ ആണോ എക്സ്ക്ലൂഡ് ചെയ്ത എമൗണ്ടുമേ ആണോ ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ടത്? അതിന് രണ്ട് സെനാരിയോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് ഓഫ് എമൗണ്ട് ടു ദ അക്കൗണ്ട് ഓഫ് സെല്ലർ ആണ് എങ്കിൽ നമുക്ക് GST കോമ്പണൻറ്റ് എത്രയാണെന്ന് അപ്പോൾ മനസ്സിലാകും. അതിനാൽ തന്നെ GST എക്സ്ക്ലൂഡ് ചെയ്ത എമൗണ്ടുമേ ആണ് ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ടത്. എന്നാൽ അഡ്വാൻസ് പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് GST കോമ്പണൻറ്റ് എത്രയാണെന്ന് മനസ്സിലാവുകയില്ല. കാരണം ഇൻവോയ്സ് ചെയ്യുന്നത് ഫ്യൂച്ചറിലായിരിക്കും. ആ സെനാരിയോയിൽ നമ്മൾ ഫുൾ എമൗണ്ടിന് ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ട സമയത്ത് നമുക്ക് GST കോമ്പണൻറ്റ് എത്രയാണെന്ന് മനസ്സിലാവുമെങ്കിൽ GST കോമ്പണൻറ്റ് എക്സ്ക്ലൂഡ് ചെയ്ത എമൗണ്ടിന് ടാക്സ് ഡിഡക്ട് ചെയ്യുക. GST കോമ്പണൻറ്റ് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയില്ല എന്ന സെനാരിയോ ആണെങ്കിൽ ഫുൾ എമൗണ്ടിന് TDS ഡിഡക്ട് ചെയ്യുക. അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺസിൻ്റെ കേസിൽ എന്താണ് ചെയ്യേണ്ടത്? പർച്ചേസ് റിട്ടേൺസ് രണ്ട് തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ പർച്ചേസ് റിട്ടേണിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് റീഫണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പർച്ചേസുമ്പോൾ ഓൾറെഡി നമ്മൾ TDS ഡിഡക്ട് ചെയ്തു പോയി. അതിനാൽ തന്നെ അടുത്ത പർച്ചേസ് ഉണ്ടെങ്കിൽ അതുമ്പോൾ ഈ ടാക്സ് എക്സ്ട്രാ ഡിഡക്ട് ചെയ്തത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ പർച്ചേസ് റിട്ടേൺ ഗുഡ്സ് റീപ്ലേസ് ചെയ്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ TDSും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ക്ലാരിഫിക്കേഷൻ,
നോൺ റെസിഡൻറ്റ് ആയ ബയ്യർക്ക് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആണോ എന്നാണ്. ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ്. നോൺ റെസിഡൻറ്റ് നോട്ട് കണക്റ്റഡ് വിത്ത് പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആയിട്ടുള്ളവർക്ക് ഈ സെക്ഷൻ 194Q ആപ്ലിക്കബിൾ അല്ല, TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തതായി സെല്ലറിൻ്റെ ഇൻകം എക്സംപ്റ്റ് ആണെങ്കിൽ സെക്ഷൻ 194Q ആപ്ലിക്കബിൾ ആണോ എന്നാണ്. ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ്. സെല്ലറിൻ്റെ ഇൻകം ടാക്സ് ആക്ടിൽ എക്സംപ്റ്റോ അഥവാ എനി അതർ ആക്ട് പാസ് ബൈ ദ പാർലമെൻറ്റ് ലൈക്ക് RBI ആക്ട്, EDB ആക്ട് അങ്ങനെ എക്സംപ്റ്റ് ആണെങ്കിൽ TDS 194Qയിൽ ബയ്യർ ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സെക്ഷൻ 206C(1H) ഒരു ക്ലാരിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ബയ്യറിൻ്റെ ഇൻകം എക്സംപ്റ്റ് ആണെങ്കിൽ സെക്ഷൻ 206C(1H)ൽ TCSും കളക്ട് ചെയ്യേണ്ടതില്ല. എന്നാൽ പാർട്ട്ലി എക്സംപ്റ്റ് ആണെങ്കിൽ സെക്ഷൻ 194Qയും 206C(1Hഉം ആപ്ലിക്കബിൾ ആയിരിക്കും. അടുത്തതായി വെദർ ടാക്സ് ഈസ് ടു ബി ഡിഡക്റ്റഡ് ഓൺ അഡ്വാൻസ് പേയ്മെൻറ്റ്. നമുക്കറിയാം സെക്ഷൻ 194Q ആപ്ലിക്കബിൾ ഓൺ പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് ഈസ് ഏർലിയർ ആണ്. അതിനാൽ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റുമേ സെക്ഷൻ 194Q ആപ്ലിക്കബിൾ ആണ്. അടുത്തതായി ഇയർ ഓഫ് ഇൻകോർപ്പറേഷനിൽ സെക്ഷൻ 194Q ആപ്ലിക്കബിൾ ആണോ? 194Qവിൻ്റെ ആപ്ലിക്കബിലിറ്റി ആയി 10 crore മുകളിലുള്ള ടേൺ ഓവർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രാൻസാക്ഷൻ നടക്കുന്ന ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ആണ്. എന്നാൽ ഇൻകോർപ്പറേഷൻ്റെ ഇയറിൽ ആ ഒരു പ്രൊവിഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് സെക്ഷൻ 194Q ആപ്ലിക്കബിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ്. സെക്ഷൻ 194Q ആപ്ലിക്കബിൾ അല്ല. കാരണം ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ടേൺ ഓവർ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സെക്ഷൻ 194Q ഇയർ ഓഫ് ഇൻകോർപ്പറേഷനിൽ ആപ്ലിക്കബിൾ അല്ല. അടുത്തതായി ബയറിൻ്റെ ടേൺ ഓവർ 10 കോടിയിൽ കൂടുതലുണ്ട്, എന്നാൽ ബിസിനസ് ടേൺ ഓവർ 10 കോടിയിൽ കുറവാണ്. ആ സെനാരിയോയിൽ സെക്ഷൻ 194Q ആപ്ലിക്കബിൾ ആണോ? ഫോർ എക്സാമ്പിൾ, ഒരു ബയറിൻ്റെ ടേൺ ഓവർ 20 കോടിയാണ്. അതിൽ 8 കോടി മാത്രമേ ബിസിനസ് ടേൺ ഓവർ ഉള്ളൂ. ബാക്കി 12 കോടി നോൺ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള ടേൺ ഓവർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ സെക്ഷൻ 194Q ആപ്ലിക്കബിൾ ആണോ? ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ്. സെയിൽ ഓർ ഗ്രോസ് റെസിപ്റ്റ് ഓർ ടേൺ ഓവർ ഫ്രം ബിസിനസ് carried by him must exceed 10 crore rupee. അത് തന്നെ നോൺ ബിസിനസ് ആക്ടിവിറ്റിയിലുള്ള ടേൺ ഓവർ കൺസിഡർ ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ സെക്ഷൻ 194Q ആപ്ലിക്കബിൾ അല്ല. അടുത്ത ക്ലാരിഫിക്കേഷനാണ് സെക്ഷൻ 194O, സെക്ഷൻ 206C(1H), 194Q ഈ 3 സെക്ഷനും ഒരു ട്രാൻസാക്ഷനും വരുമ്പോൾ ഏതിലാണ് TDS അഥവാ TCS അപ്ലൈ ചെയ്യേണ്ടത്? ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ്. സെക്ഷൻ 194Oയും സെക്ഷൻ 194Qയും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കേസാണ് വരുന്നതെങ്കിൽ സെക്ഷൻ 194Oയിൽ TDS ഡിഡക്റ്റ് ചെയ്യണം. 194Q ആപ്ലിക്കബിൾ അല്ല. അതുപോലെ 206C(1Hഉം 194Oയും ആപ്ലിക്കബിൾ ആണെങ്കിൽ 194O ആണ് ആപ്ലിക്കബിൾ ആയി വരിക. 206C(1H) ആപ്ലിക്കബിൾ ആവില്ല ട്രാൻസാക്ഷന്. അടുത്തതായി സെക്ഷൻ 194Oയും 206C(1Hഉം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കേസ് നമ്മൾ കണ്ടു. 194O ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇൻ കേസ് 206C(1H) അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 194O അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രൈമറി റെസ്പോൺസിബിലിറ്റി 194Oയിൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർക്കാണ്. അടുത്തതായി സെക്ഷൻ 194Qയും 206C(1H) ആപ്ലിക്കബിൾ ആയിട്ടുള്ള കേസിൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു 194Q ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക 206C(1H) അപ്ലൈ ചെയ്താലും. എന്നാൽ ക്ലാരിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സെയിം റേറ്റ് ഓഫ് ടാക്സ് ആയതുകൊണ്ട് 206C(1Hൽ TCS കളക്ട് ചെയ്ത ട്രാൻസാക്ഷൻ ആണെങ്കിൽ 194Qയിൽ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന്. കാരണം സെയിം റേറ്റ് ഓഫ് ടാക്സ് ആണ്. എല്ലാവർക്കും സർക്കുലറിലെ ക്ലാരിഫിക്കേഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നന്ദി.